ശിഖരം മുദ്ര പിടിക്കുമ്പോൾ രണ്ട് വിരലും മടക്കി പിടിച്ച് അതിൻ്റെ മുകളിലായിട്ട് വെക്കണം. പിന്നെ അതുകൂടാതെ ഇത് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഭരതനാട്യത്തിൽ കർത്തരി മുഖം പിടിക്കുന്ന പോലെയാണ് നമ്മൾ ശിഖരം പിടിക്കുന്നത് മോഹിനിയാട്ടത്തിൽ. ശിഖരം മുദ്രയുടെ വിനിയോഗമാണ് നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ശിഖരം സംയുക്ത പ്രയോഗം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം ആദ്യത്തെ വേർഡ് സഞ്ചാരം. സഞ്ചാരം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, ഇങ്ങനെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഓരോ പാദം വെച്ച് ഇങ്ങനെ പോകുന്നതിനാണ് സഞ്ചാരം. അടുത്തത് ചരണം എന്ന് പറയുന്ന കാൽപാദമാണ്. അപ്പൊ കാലിന്റെ അവിടേക്ക് കാണിച്ചിട്ട് കാൽപാദം കാണിക്കാം. ചരണോ, സഞ്ചാരം, ചരണോ. നേത്രേ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, കണ്ണ് കാണിക്കുന്നതാണ് നേത്രേ നമ്മൾ പല രീതിയിൽ കാണിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ വിനിയോഗം ആയതുകൊണ്ട് ഇത് കാണിക്കും. നേത്രേ. ദർശനം എന്ന് പറഞ്ഞാൽ കാണുക. നമ്മൾ മിക്ക ഐറ്റങ്ങളിലും ഒരു കണ്ടു എന്നൊക്കെ ഉള്ളത് വരുന്നതാണ്. അപ്പൊ ആ കാണുന്നത് ഇപ്പൊ നമ്മൾ അഭിനയം നോക്കുന്ന സമയത്ത് കാണുക എന്നുള്ളത് വരുമ്പോൾ ഈ പല സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പം കാണുക എന്നുള്ള നമ്മളിപ്പം ബേസിക് ആയിട്ടൊരു മുദ്രയിൽ വിനിയോഗത്തിൽ നമ്മൾ കാണുക, കണ്ടു എന്നുള്ള ഒരർത്ഥത്തിലേ ചെയ്യുന്നുള്ളൂ. അതേസമയം നമ്മളൊരു ഐറ്റം ചെയ്യുമ്പോൾ നമ്മൾ സങ്കടത്തിലാണെങ്കിൽ ആ സങ്കട സിറ്റുവേഷനിൽ വെച്ചിട്ട് ഈ മുദ്ര ഞാൻ കണ്ടു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരർത്ഥത്തിലും എടുക്കാം. അല്ലെങ്കിൽ സന്തോഷം, ഞാൻ കണ്ടു എന്നുള്ള രീതിയിലും ചെയ്യാം. അപ്പം വിനിയോഗം വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോസിറ്റീവേ എടുക്കത്തുള്ളൂ, ബാക്കിയൊക്കെ ഐറ്റത്തിനനുസരിച്ച് എടുക്കും. പക്ഷെ മുദ്ര ഇതാണ്, കണ്ടു എന്നുള്ളത്. അതായത് ദർശനം. മാർഗമാർഗണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി ആണ് മാർഗം. പിന്നെ മാർഗണേ നമ്മൾ അന്വേഷിക്കുകയാണ്, എവിടെ എന്നുള്ള അർത്ഥത്തിൽ അന്വേഷിക്കുന്നതാണ് മാർഗണേ. അപ്പൊ വഴി ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. മാർഗ എന്നുള്ളത്, മാർഗണേ എന്നുള്ളത് വരുമ്പോഴത്തേനും നമ്മൾ അന്വേഷിക്കണം. അപ്പൊ മാർഗ വെറുതെ വഴി ഇങ്ങനെ കാണിക്കുന്നു, മാർഗണേ വരുമ്പോൾ നമ്മൾ അന്വേഷണം നമ്മളുടെ മുഖത്ത് എവിടെ എന്നുള്ള രീതിയിൽ ഒന്ന് പുരികമൊക്കെ ചുളിച്ച് കണ്ണൊക്കെ എവിടെയാണ് മാർഗണേ പോണം. അടുത്തത് കർണോ ചെവിയാണ്, കർണോ. അടുത്തത് പാനം കുടിക്കുക. ഈ കുടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് വെറുതെ മുദ്ര കാണിച്ചാൽ പോരാ, നമുക്ക് ഈ ത്രോട്ടിന്റെ അവിടെ ഇങ്ങനെ ഈ ഇറങ്ങിപ്പോകുന്ന ഇതും കൂടെ കാണിക്കണം. ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ എത്ര കിട്ടുമെന്നറിയില്ല, എന്നാലും നമ്മൾ അടുത്ത് സൂം ചെയ്യുമ്പോൾ ഉള്ള വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിനയത്തിന്റെ പൂർണ്ണത ലഭിക്കാൻ നമുക്ക് ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് അഭിനയം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും, ഇതിപ്പോൾ നമ്മുടെ ഈ ബ്രീതിങ്ങിന്റെ കാര്യമാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഭയം വരുമ്പോഴോ അല്ലെങ്കിൽ കുളിര് വരുമ്പോൾ വിറയ്ക്കുന്നതായിട്ട് ഈ പല കാര്യങ്ങളും നമുക്ക് ചെറിയൊരു അഭിനയത്തിൽ നിർത്താം. പക്ഷെ ശരിക്കും ഒരു നല്ലൊരു നർത്തകിയാണെന്നുണ്ടെങ്കിൽ അഭിനയത്തിന്റെ എക്സ്ട്രീമിലെത്തുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പം എൻ്റെ ബോഡിയിൽ എന്താണ് എനിക്ക് ഉണ്ടാകുന്ന ആ ഒരു മുദ്ര എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അപ്പം പാനം പറയുന്ന സമയത്ത് ഇങ്ങനെ ആക്കുന്നത് നന്നായിരിക്കും, പാനം. അടുത്തത് ശ്ലോകത്തിന്റെ ബാക്കി. കരാശ്ചാഷ്ടൗ സംയുക്ത ശിഖര സ്മൃത.